ശബരിമലയിലേക്കുള്ള യാത്ര ഒരു സാധാരണ കയറ്റമല്ല, അത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. 41 ദിവസം ഭക്തൻ തന്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നു. സത്യവ്രതം, ബ്രഹ്മചര്യം, ലളിതമായ ഭക്ഷണം, കോപമില്ല, അഹങ്കാരമില്ല. ഓരോ ദിവസവും ധ്യാനം ചെയ്ത് അയ്യപ്പനെ ഹൃദയത്തിൽ വസിപ്പിക്കുന്നു. ഈ വ്രതം ശരീരത്തിനുള്ള പരീക്ഷണമല്ല, അതുള്ളിലെ അഹങ്കാരത്തെ തോൽപ്പിക്കുന്ന യുദ്ധമാണ്. മഹിഷിയെ വധിച്ച ശേഷം അവളുടെ ഉള്ളിൽ നിന്നുദിച്ചുവന്ന ദിവ്യശക്തി. അയ്യപ്പന്റെ വീരതയും ധർമ്മനിഷ്ഠയും കണ്ടയവൾ അദ്ദേഹത്തോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി. അദ്ദേഹം ഒരു വാഗ്ദാനം നൽകി: എന്റെ ഭക്തർ വരുന്നത് നിർത്തുന്ന ദിവസം ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അതുകൊണ്ടാണ് തമ്മ ഇന്നും കാത്തിരിക്കുന്നത്. അനന്തമായ ഭക്തിയുടെ ഒഴുക്ക് ഒരിക്കലും നിർത്തില്ലെന്നറിഞ്ഞെത്തും. മലയിലേക്ക് കയറുന്നതിന് മുമ്പ് ഭക്തൻ ആദ്യം വാവർ സ്വാമിയെ സന്ദർശിക്കുന്നു. ഒരിക്കൽ അയ്യപ്പനോട് യുദ്ധം ചെയ്ത യോദ്ധാവ്, പിന്നീട് അവന്റെ അനന്ത സഖാവായി മാറിയ വീരൻ. ഇവിടെ മതം വേറെയല്ല, വിശ്വാസവും സൗഹൃദവുമാണ് ഉയർന്നത്. വാവർ സ്വാമിയുടെ സന്നിധിയിൽ തലകുനിച്ച് ഭക്തൻ മനസ്സിലാക്കുന്നു, ധർമ്മത്തിന് അതിരുകളില്ല. 18ാം പടി, ആത്മവിജയത്തിന്റെ പടവുകൾ. ഇപ്പോൾ പുണ്യമായ 18ാം പടി. കാലിൽ ചെരിപ്പില്ല, മനസ്സിൽ അഹങ്കാരമില്ല. ഓരോ പടിയും ഒരു ജയം. കാമം, ക്രോധം, ലോഭം, മോഹം, മനുഷ്യന്റെ 18 ദോഷങ്ങളെ കീഴടക്കുന്ന ആത്മവിജയം. സ്ത്രീകളും ആചാരവും, വിശുദ്ധിയുടെ സംരക്ഷണം. ശബരിമല ഒരു തപസ്സിന്റെ കേന്ദ്രമാണ്. ബ്രഹ്മചര്യത്തിന്റെ പ്രതിജ്ഞ കൈക്കൊണ്ട ദൈവമാണ് അയ്യപ്പൻ. അതിനാൽ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ വിവാദമല്ല പ്രധാനമാകുന്നത്, വിശ്വാസമാണ്. വിശുദ്ധി സംരക്ഷിക്കപ്പെടുന്ന ഒരു പാരമ്പര്യം. മലയുടെ മുകളിൽ രാത്രിയുടെ ഇരുൾ കീറിക്കൊണ്ടൊരു ദിവ്യപ്രകാശം ഉദിക്കുന്നു. മകരജ്യോതി, ആകാശത്തിൽ നിന്ന് അനുഗ്രഹമായി തെളിയുന്ന വെളിച്ചം. ശബരിമല ഒരു യാത്രയല്ല, അതൊരു പരിവർത്തനം. അയ്യപ്പനെ കാണാൻ പോകുന്ന ഭക്തൻ തിരികെ വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മടങ്ങുന്നു.